കാട്ടാന ഭീതി ഒഴിയാതെ ഇടുക്കി. പടയപ്പ വീണ്ടും ജനവാസ മേഖലയിലേക്ക് വന്നു. ചിന്നക്കനാൽ സിംഗുകണ്ടത്ത് കാട്ടാന പള്ളിയുടെ സംരക്ഷണ വേലി തകർത്ത് കളഞ്ഞു. മുറിവാലൻ എന്ന കാട്ടാനയാണ് സിംഗുകണ്ടത്ത് ഇറങ്ങിയിരിക്കുന്നത്. രാഹുൽ വിജയൻ ചേരുന്നു. ഗുഡ് മോർണിംഗ് രാഹുൽ വിജയൻ, പറയൂ. ജനങ്ങൾ എന്തായാലും വലഞ്ഞിരിക്കുകയാണ്. പടയപ്പ, മുറിവാലൻ, ചക്കക്കൊമ്പൻ ഈ മൂന്ന് ആനകളാണ് ഇപ്പോൾ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആ മൂന്നാറിൽ നിന്ന് പടയപ്പ ദേവികുളം എസ്റ്റേറ്റ് മേഖലയിലേക്ക് മാറിയിട്ടുണ്ട്. ഇന്നലെ മിഡിൽ ഡിവിഷനിലായിരുന്നു, ഇന്ന് ഫാക്ടറി ഡിവിഷനിലേക്ക് മാറി ജനവാസ മേഖലയോട് ചേർന്ന്, അതായത് ലയങ്ങളോട് ചേർന്നുള്ള കൃഷിത്തോട്ടത്തിലെത്തുകയും വാഴ ഉൾപ്പെടെയുള്ള കൃഷികൾ നശിപ്പിക്കുകയും ചെയ്തു. ആളുകൾക്ക് നേരെയോ മറ്റ് വസ്തുക്കൾക്ക് നേരെയോ ഒന്നും ആക്രമണം ആന നടത്തിയിട്ടില്ല എന്നുള്ളത് എടുത്തു പറയണം. മാത്രമല്ല RRT സംഘം ആനയെ കൃത്യമായി നിരീക്ഷിച്ചിരുന്നു. ആന ഇപ്പോൾ എന്തായാലും ഒരു ചോല വനത്തിലേക്ക് മാറിയിട്ടുണ്ട്. ഇനി ചിന്നക്കനാലിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകാൻ പോകുന്നതെന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. കാരണം ഇന്നലെ ചക്കക്കൊമ്പൻ ഒരു വീട് ആക്രമിച്ച് തകർക്കാൻ ശ്രമിച്ചിരുന്നു. ഇന്ന് അതേപോലെ തന്നെ മറ്റൊരു പള്ളിയുടെ സംരക്ഷണ വേലി മുറിവാലൻ എന്ന കാട്ടാന ആക്രമിച്ച് തകർത്തു. മാത്രമല്ല ചക്കക്കൊമ്പൻ ഈ പ്രദേശത്തുണ്ട് എന്ന് നാട്ടുകാർ പറയുകയും ചെയ്യുന്നു. എന്തായാലും വലിയ ആശങ്ക നാട്ടുകാർക്ക് ഈ കാട്ടാന ശല്യത്തിൽ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഓക്കെ, താങ്ക് യു രാഹുൽ വിജയൻ.